ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് കോവയ്ക്ക് വെച്ചിട്ട് മെഴുക്കുവരട്ടിയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. വീട്ടിലുണ്ടായ കോവയ്ക്കായിരുന്നു, നല്ല ഫ്രഷ് ആയിട്ടുള്ളത്. 1/2 കിലോഗ്രാമിലാണ് എടുത്തത്. അതിനോടൊപ്പം ഒരു മീഡിയം സൈസ് സവാള ആവശ്യമായിട്ടുണ്ട്. അതെങ്ങനെയെന്ന് നോക്കാം. ഈ കോവയ്ക്കയിൽ വളരെയധികം ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഞാൻ മിക്കവാറും ദിവസങ്ങളിൽ അവിയൽ, കോവയ്ക്ക വെച്ചിട്ട് ഫ്രൈ, കൂടാതെ ഇതേപോലെ മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഈ മെഴുക്കുവരട്ടി നല്ല ടേസ്റ്റ് തോന്നിയത് കൊണ്ട് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കോവയ്ക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കാം, കനം കുറച്ച്. ഇത്രയും ക്വാണ്ടിറ്റി കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമുക്കതൊരു ബോളിലോട്ട് മാറ്റാം. സവാള നമുക്കിനി വളരെ കനം കുറച്ച് ഇതേപോലെ സ്ലൈസ് ചെയ്തെടുക്കാം. അങ്ങനെ ആയാൽ അതിൽ കോവയ്ക്കയിൽ കിടന്ന് തന്നെ അത് നല്ല പെട്ടെന്ന് അത് വെന്ത് കിട്ടും. അതിൽ നിന്നിറങ്ങുന്ന വെള്ളത്തിലാണ് കോവയ്ക്ക വേവേണ്ടത്, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിനോടൊപ്പം 3 പച്ചമുളകും കൂടെ കട്ട് ചെയ്ത് ചേർക്കണം ഇതേപോലെ. എന്നിട്ട് അത് എല്ലാം ഒന്ന് മിക്സാക്കി വെച്ചതിന് ശേഷം നമുക്കിനി അത് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ഇരുമ്പിച്ചട്ടി വെച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയും ചൂടായതിന് ശേഷം 1/2 ടീസ്പൂൺ കടുക് ചേർക്കണം. കടുകൊന്ന് പൊട്ടി വന്നിട്ട് ഒരു 3 വറ്റൽമുളക് കട്ട് ചെയ്ത് ചേർക്കാം. എന്നിട്ട് ഒരല്പം സ്ലൈസ് ചെയ്ത തേങ്ങയും അതിനോടൊപ്പം കറിവേപ്പില ഇട്ടിട്ട് നല്ല ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ അത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് അരിഞ്ഞു വെച്ച കോവയ്ക്ക് ഇടണം. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം, 1/2 ടീസ്പൂൺ അളവിൽ. എന്നിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും. നമ്മൾ പച്ചമുളക് 3 എണ്ണം ആദ്യം ചേർത്തിട്ടുണ്ടായിരുന്നു. അത് നല്ല എരിവുള്ളതായിരുന്നു. അങ്ങനെ ആകുമ്പോൾ കറക്റ്റ് എരിവുണ്ടാകും. എന്നിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ഉപ്പൊക്കെ ആവശ്യത്തിന് മാത്രം മതിയാകും. അതൊക്കെ അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് 2-3 മിനിറ്റ് അതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ അത് ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റായി. ഇങ്ങനെ അടച്ചു വയ്ക്കുന്നത് കൊണ്ട് പെട്ടെന്ന് അത് കുക്കായി കിട്ടുകയും ചെയ്യും. ഇതിൽ എന്നിട്ടൊന്ന് ഇളക്കി ഇടണം ഇതേ രീതിയിൽ. എന്നിട്ട് വീണ്ടും 1-2 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കണം. നമുക്ക് വീണ്ടും അത് തുറന്ന് നോക്കാം. ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് നിരത്തിയിട്ടാൽ മതിയാകും. ഇനി അടച്ചു വയ്ക്കണ്ട, ഒന്നുകൂടെ ഡ്രൈ ആകുന്നത് വരെ കുക്ക് ചെയ്യണം. ഇതിൽ നമ്മൾ സ്ലൈസ് ചെയ്തെടുത്ത തേങ്ങ റോസ്റ്റ് ചെയ്തൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഈ സമയം ഇങ്ങനെ കഴിക്കാനും ഇത് നല്ലതാണ്. അതല്ലെങ്കിൽ ഇതേപോലെ നല്ല ചുമന്ന നിറമാകുന്നത് വരെ കുക്ക് ചെയ്തെടുക്കണം, നല്ല നിരത്തിയിട്ടതിന് ശേഷം. ഇപ്പോൾ മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് വെജിറ്റേറിയൻ കഴിക്കുന്നവർക്ക് റൈസ്, കർഡ്, പിക്കിള്, ഈ കോവയ്ക്ക ഫ്രൈയും മാത്രം മതിയാകും. എൻ്റെ ഈ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതിനു മുന്നേ പയർ വെച്ചിട്ടുള്ള മെഴുക്കുവരട്ടിയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കണ്ടു നോക്കണേ ഫ്രണ്ട്സ്. വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് റിപ്ലൈ കമൻറ്റ് ബോക്സിലിടാൻ മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വരുന്നത് വരെ നന്ദി.